പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്കൊരു പുത്തൻ ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഫേസ് പരീക്ഷയും കഴിഞ്ഞു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്ന പലരും എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കാം, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. 10th ലെവല് സിലബസ് പ്രകാരമാണ് പരീക്ഷ നടക്കുക. പരീക്ഷ മെയ് മാസം 21 തീയതിയാണ് നടക്കുക. നിങ്ങൾക്ക് പരീക്ഷ കലണ്ടറൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലെ? നിങ്ങൾക്ക് പരീക്ഷ കലണ്ടർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. മെയ് മാസം 21 തീയതിയാണ് പരീക്ഷ നടക്കുക. കണ്ടിരുന്നോ? മെയ് മാസം 21 തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. 21 തീയതിയാണ് പരീക്ഷ നടക്കുക. ശനിയാഴ്ച അല്ല, അതുകൊണ്ട് തന്നെ ഇടദിവസമാണ്. 10 മണി മുതൽ 12:30 വരെയാണ് സമയം. 10 മണിക്ക് എത്തിച്ചേരാം അല്ലേ? യെസ്. അപ്പോൾ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്. പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് 7 തീയതി തൊട്ട് കിട്ടും. അപ്പോൾ റിസൾട്ട് എന്നാണ് വരിക എന്നതാണ് സംശയം. റിസൾട്ട് ഒക്കെ ഉടനെ വരും. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, മാർച്ച് അവസാനത്തോടു കൂടി പരമാവധി ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് തയ്യാറെടുക്കാൻ കഴിയുകയുള്ളൂ. റിസൾട്ട് വന്നിട്ട് തയ്യാറെടുത്താൽ മതിയോ? പോരടാ. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാ, പഠനം കണ്ടിന്യൂ ചെയ്ത് പോവാ. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അപ്പോ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടൊരു 3-4 മാസം കഴിയും അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ. പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എങ്ങനെ പോയാലും ഒരു ഏറ്റവും കുറഞ്ഞത് 2 മാസം ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ, ഏറ്റവും കുറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നിലവില് കുറേയധികം വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 6 മാസത്തെ വാക്കൻസി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തന്നെ എത്രയായി? ഇപ്പൊ നിലവില് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഏകദേശം 2 വർഷത്തെ വാക്കൻസി കിട്ടും. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ ഒഴിവ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ അടുത്ത 3 വർഷത്തെ വാക്കൻസിയും ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് അവകാശപ്പെട്ടതാണ്. ഇത് നിങ്ങളെപ്പോലെ തന്നെ PSCക്കും അറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ആകെ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ആകെ 886 പേരാണ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റില്, മെയിൻ ലിസ്റ്റില് 886 പേരുണ്ട്. അതുകൂടാതെ സപ്ലിമെന്ററിയിലും ഉണ്ട്. 1.5 വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 1.5 വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റിലെ 886-ാമത്തെ റാങ്കുകാരനെയും എടുത്തു. അങ്ങനെ ലിസ്റ്റ് ക്യാൻസൽ ആയിപ്പോയി. 2023 നവംബർ മാസമായപ്പോഴേക്കും ലിസ്റ്റ് ക്യാൻസൽ ആയിപ്പോയി. കാരണം റാങ്ക് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലെ അവസാന വ്യക്തിയെയും എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വാക്കൻസി ഉണ്ട്, പക്ഷേ റാങ്ക് ലിസ്റ്റ് ആളില്ല. അങ്ങനെ 1.5 വർഷം കൊണ്ട് കാലാവധി അവസാനിച്ച റാങ്ക് ലിസ്റ്റ് ആണ് തൊട്ടു മുമ്പുള്ള സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന റാങ്ക് ലിസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരാം. ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ 2019 നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 89 ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. അതില് ഏകദേശം 8 ലക്ഷത്തോളം പേരൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. അതിൽ പലരും കൺഫർമേഷൻ കൊടുത്തില്ല. അങ്ങനെ കുറച്ചുപേരൊക്കെ എഴുതി. പക്ഷെ ഒറ്റ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടു. എന്ത് ചെയ്തു? 1.5 വർഷം കൊണ്ട് കാലാവധി അവസാനിച്ചു. നമുക്ക് നിലവില് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന കാറ്റഗറി പരിശോധിക്കാം. 2023 നോട്ടിഫിക്കേഷൻ വിളിക്കുക. കാരണം 2023 നവംബർ മാസം ആയപ്പോഴേക്കും ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാം എടുത്തു തീർന്നു. പിന്നെ എടുക്കാൻ ആളില്ല. അങ്ങനെ 2023 കാറ്റഗറി നമ്പർ 587 പ്രകാരം നോട്ടിഫിക്കേഷൻ വിളിച്ചു. ഏകദേശം 8,35,000 പേര് അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതിയത് എത്രയാ? 5,86,000 പേര്. പരീക്ഷ എഴുതി എന്ന് പറയാൻ പറ്റില്ല. കൺഫർമേഷൻ കൊടുത്തത് എത്ര പേരാണ്? 5,86,000 പേരാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, 4 ഫേസ് ആയിട്ടാണ് പരീക്ഷ നടന്നത് അല്ലെ? ഈ 4 ഫേസ് ആയിട്ട് പരീക്ഷ നടന്നപ്പോൾ അവിടെ പല ഹാളിലും നിങ്ങൾ പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, പല ഹാളിലും 4ഉം 5ഉം പേര് വന്നിട്ടില്ല. 20 പേരില് 4ഉം 5ഉം പേരില്, ചില ഹാളില് 7ഉം 8ഉം പേര് വരാത്തവരുണ്ട്, പരീക്ഷ അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പരീക്ഷ എഴുതുവാൻ അനുവദിച്ച, കൺഫർമേഷൻ കൊടുത്ത 5,86,000 പേരില് എങ്ങനെ പോയാലും
ഏകദേശം 2 ലക്ഷത്തോളം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ളവരാണ് ഇപ്പൊ നിലവിൽ നിങ്ങളുമായി മത്സരത്തിനുള്ളത്. നോക്കിയേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു 2023 നവംബർ മാസം ഈ ലിസ്റ്റ് കാലാവധി അവസാനിച്ചു എന്ന് പറഞ്ഞു. കാരണം അടുത്ത വേക്കൻസി കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് 2023 ഒക്ടോബർ മാസം തൊട്ട് ഉള്ള വാക്കൻസി ആർക്ക് ലഭിക്കും? ഇനി വരാൻ പോകുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ലഭിക്കും. നിങ്ങളെ PSCയുടെ വെബ്സൈറ്റ് ആണിത് കേട്ടോ. PSCയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 587/2023 സെലക്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും ആ തസ്തികയ്ക്ക് വേണ്ടി എന്ന് മുതലാണ് വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. നോക്കിയേ, 17/10/2023 മുതൽ 17/10/2023 മുതൽ അതിനകത്ത് വാക്കൻസി വരുന്നുണ്ട്. ഇപ്പൊ നിലവില് ഏറ്റവും അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണെന്ന് അറിയാമോ? അത് നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നാണ് പേരെങ്കിലും കേരള PSC ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇതിലൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിയമനം വരും. ഓക്കെ, അത് പ്രകാരം നിങ്ങൾ നോക്കിയേ, ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നോട്ട് ജോയിന്റ് ഡ്യൂട്ടി ആണ്, NJD ആണ്. എങ്കിലും ഫ്രഷേഴ്സ് വേക്കൻസി ധാരാളം വന്നിട്ടുണ്ട്. കണ്ടോ, 2023 തൊട്ടുള്ള വേക്കൻസി, അതായത് 2023 ഒക്ടോബർ നവംബർ തൊട്ടുള്ള വേക്കൻസി ഈ ലിസ്റ്റുകാർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ചിന്തിച്ചേ, ഞാൻ ആൾറെഡി പറഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് എങ്ങനെയും ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിലവിൽ വരത്തുള്ളൂ. എങ്ങനെയും 2025 ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേ പരമാവധി നേരത്തെ വന്നാൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുള്ളൂ. അപ്പൊ തന്നെ 2 വർഷത്തെ വേക്കൻസിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. 2 വർഷത്തെ വേക്കൻസി ഇപ്പൊ നിലവില് ഏറ്റവും അവസാനമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണെന്ന് നോക്കിയേ, 2023 മാർച്ച് മാസം 6-ാം തീയതിയാണ്. ഇന്നേ ദിവസം മാർച്ച് 18 ഇതിന്റെ ഇടയിൽ വേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്ഡേറ്റ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങളോട് പിടിക്കും. വീണ്ടും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. പണ്ട് കാലത്ത് സർവീസിൽ കയറുന്നവരൊക്കെ സ്വാഭാവികമായിട്ട് ഏപ്രിൽ മെയ് മാസമായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുണ്ടാവുക. സ്കൂളിൽ ചേർക്കാൻ എളുപ്പത്തിന് പണ്ട് ചെയ്തിരുന്നവരാ നമ്മുടെ കാരണവന്മാര്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റില് എന്തുണ്ടാവാം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിട്ടയർമെന്റ് ഉണ്ടാവും. ആ വാക്കൻസി വീണ്ടും ഇവർക്ക് അവകാശപ്പെട്ടതാണ്. റിട്ടയർമെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രൊമോഷൻ ഉണ്ടാകാം. അത് കാരണം ഉണ്ടാകുന്ന ഫ്രഷ് വാക്കൻസിയും ആർക്ക് അവകാശപ്പെട്ടതാ? ഈ ലിസ്റ്റുകാർക്ക് അവകാശപ്പെട്ടതാ. ഇപ്പൊ നിലവില് എത്ര വാക്കൻസി ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ 2025 മാർച്ച് മാസം 6 വരെയുള്ള കണക്ക് പ്രകാരം 366 വാക്കൻസിയാണ് നിലവിൽ ഈ ലിസ്റ്റില് ഉള്ളത്. 366 വാക്കൻസി. ഓക്കെ, 366 വാക്കൻസി ഉണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോ എങ്ങനെ പോയി കഴിഞ്ഞാലും അത് ചിലപ്പോൾ 450 500 വരെ ആയേക്കാം. കാരണം റിട്ടയർമെന്റ് ഒക്കെ വരുന്നുണ്ട്, വീണ്ടും വാക്കൻസി വരുന്നുണ്ട്. 500-ന് മുകളിൽ വാക്കൻസി വരും. റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന അന്നേ ദിവസം 500-ന് മുകളിൽ വാക്കൻസി എന്തായാലും വരും. അത് കഴിഞ്ഞ് 3 വർഷം കൂടെ ആർക്ക് അവകാശപ്പെട്ടതാ? ഈ ലിസ്റ്റുകാർക്ക് അവകാശപ്പെട്ടതാ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 1.5 വർഷം കൊണ്ട് അവസാനിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ എണ്ണം PSC വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 866 പേര് 1.5 വർഷം കൊണ്ട് അവസാനിച്ചുവെങ്കിൽ ഇത്തവണ 2 വർഷത്തെ വേക്കൻസി കിട്ടുമെന്ന് PSCക്കും അറിയാം. മൊത്തം എഫക്റ്റീവ്ലി 5 വർഷത്തെ വേക്കൻസിയാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷ എഴുതുന്നവർക്ക് കിട്ടുക, അല്ലേ? അപ്പോ ഇനിയും 2 മാസം ഉണ്ട് പരീക്ഷയ്ക്ക്. നിങ്ങൾ ചിന്തിക്കണം, ഈ റാങ്ക് ലിസ്റ്റിൽ വരണമോ വേണ്ടയോ? വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അഡ്വൈസ് തന്നെ 500 പേർക്ക് അഡ്വൈസ് പോകും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അടുത്ത 3 വർഷത്തെ വേക്കൻസി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 1500 പേരെങ്കിലും കുറഞ്ഞത് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. 1. 2, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ സാധ്യതയില്ലേ? മെയിൻ ലിസ്റ്റിൽ 1500 പേരെ, മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് വേറെ ഉണ്ട്, അത്രയും ഉൾപ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഷോർട്ട് ലിസ്റ്റിലും ആളെ കൂട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് തയ്യാറെടുക്കുക, കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. പലരും പഠിക്കാതിരിക്കുകയാണ്, വാക്കൻസിയുടെ വിവരം അറിയാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഒരു പേടി കൊണ്ടായിരിക്കാം, വാക്കൻസി കുറവായിരിക്കും എന്ന അബദ്ധ ചിന്താഗതി ഉണ്ടായിരിക്കാം. അങ്ങനെയല്ല, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 1.5 വർഷം കൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. ദയവായി ഓർമ്മിക്കുക, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഇരട്ടി ഉദ്യോഗാർത്ഥികളെങ്കിലും ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് ഉൾക്കൊള്ളിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന മെയിൻസിന് മുമ്പ് പ്രിലിമിനറിയുടെ റിസൾട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ അതിനകത്തുണ്ടാവും. ഇന്ന് തൊട്ട് തീരുമാനിക്കുക നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജോലി വേണമെന്ന ആത്മാർത്ഥതയോടുകൂടി 60 ദിവസം കൊണ്ട് ധാരാളമാണ്. കൃത്യമായി പഠിച്ചുറപ്പിച്ചാൽ
ഉറപ്പായും നിങ്ങൾക്ക് ജോലി ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും. സാധാരണ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പുറകിലോട്ടുള്ള റാങ്കുകാർക്ക് വിഷമോ, ഇനി അഡ്വൈസ് എന്ന് വരുന്ന ടെൻഷനോടെ ജീവിക്കണം. നിങ്ങൾ ഇതിനകത്ത് ആദ്യത്തെ 500 റാങ്കിനകത്ത് വന്നാൽ ഒരു ടെൻഷനും വേണ്ട. റാങ്ക് ലിസ്റ്റ് വന്ന 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കും. 1.5 മാസത്തിനുള്ളിൽ. അപ്പോൾ പഠിക്കാൻ ഇനിയും വൈകിട്ടില്ല. ബ്രേക്ക് ഒക്കെ എടുത്തിരിക്കുന്നവർ ദയവായി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അബദ്ധത്തിൽ നിങ്ങൾ നമ്മുടെ പ്രിലിംസ് പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളവര് ഇത് പഠിക്കുക. ഒരുപക്ഷെ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ കൂടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും. ശരിയല്ല? കാരണം രണ്ടിനും സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ പ്രിയ ഉദ്യോഗാർത്ഥികളെ മറക്കണ്ട, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമില് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ 10th ലെവല് പ്രത്യേകിച്ച് മെയിൻസ് പരീക്ഷ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു റിവിഷൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ റിവിഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. ഇതോടൊപ്പം ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആൾറെഡി ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ടോപ്പിക് വൈസ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപയ്ക്ക് 10th ലെവൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇത് കൂടാതെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിരിക്കുമല്ലോ, കാരണം ഡിഗ്രി ഉള്ളവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ് സെക്രട്ടറി എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതേപോലെ റിവിഷൻ പ്ലസ് കണ്ടന്റ് ബാച്ച് നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്ത് കിട്ടും 1999 രൂപയ്ക്ക്. മറക്കില്ലല്ലോ. നിങ്ങൾക്ക് ജി കെ മാത്രം മതി എന്നുണ്ടെങ്കിൽ, ജി കെ ടഫ് ആണ് എനിക്ക് അത് കവർ ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനമായിട്ട് തയ്യാറെടുപ്പിന് കറണ്ട് അഫയർ പഠിച്ചുറപ്പിക്കാനായിട്ട് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ മലയാളം മാത്രമാണ് വേണ്ടെങ്കിൽ 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൂപ്പർ കോച്ചിങ്ങിന്റെ അപ്ഡേറ്റുകളും കേരള പി എസ് സിയുടെ അപ്ഡേറ്റുകളും ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പി എസ് സിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കണ്ട, ഉഷാറായിട്ട് പഠിക്കുക. വാക്കൻസി ധാരാളമുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനേക്കാളും ഇരട്ടി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ എത്രയുണ്ട്? മാർച്ച് 6-ാം തീയതി പ്രകാരം 366 വാക്കൻസി ഉണ്ട്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.